കാണുന്നില്ല. അവളെ കേൾവി അവള് കാശ് കൊടുക്കുന്നുണ്ട്. അവള് കാശിന് കൊടുക്കുന്നുണ്ട്. അവള് അഞ്ചാം മോട്ടിച്ച് കടിച്ച് തിന്നേറ്റോള് കാർഡുകൾ നടക്കും ഇലക്ഷന്റെ. എല്ലാത്തിനും അവകാശി അവളാന്നുള്ള രീതിയിൽ വീരായപ്പണിക്ക് ജോലി കൊണ്ടുവന്ന് തിന്നുന്ന ജോലി ടെക്നമാവിക്ക് നടത്തിയ നാടകമൊക്കെ നമുക്ക് അറിയാൻ വയ്യാത്തവരവള് കുറെ നാടകം നടത്തിയവള്. അവളെ നാടകം നമ്മളെല്ലാം മറന്നെന്നാണ് വിചാരവള്. നാടക എനിക്ക് 5-6 ദിവസം ആയപ്പോഴത്തേക്ക് കാശില്ല അയ്യോ പൊന്നച്ചോ. നമ്മുടെ ഡ്രാമയൊക്കെ ഞാൻ മറന്നെന്നാണ് പൊന്നച്ചിയുടെ വിചാരം. കുറെ ഡ്രാമ എടുത്ത് എല്ലാരും വിചാരിച്ചിട്ട് കൊച്ചന് ചാവൂന്നാ വിചാരിച്ചത്. പക്ഷെ കൊച്ചി ജനിച്ച് കൊച്ചിമോളെ വിളിക്കുന്നോട് ഇവിടെ ഡ്രാമ ഉണ്ടാക്കാൻ എന്റെ കൊച്ചിനെ വിളിക്കുന്നത്. ഇതുപോലെ ഡ്രാമ പണ്ടാരൊക്കെ വിളിച്ചിട്ട് ഡ്രാമ ഉണ്ടാക്കുന്നത് അവരാധിച്ചത്. കഥയുണ്ടാക്കാൻ എന്റെ കൊച്ചിനെ കുറിച്ച് ഒരു ചെമ്പുറ്റിയായിട്ട് പഠിക്കണമല്ല. ചെമ്പുറ്റി രക്തമാവലിക്ക് നമ്മൾ വിളിച്ചാലും ആരാണ്ടേ വിളിക്കുന്നുള്ള ഡ്രാമയാണ്. ഇവിടെ കുറെ ഡ്രാമ എന്താ ഡ്രാമയാണ് ഫോണിൽ വിളിച്ചാൽ കണ്ടവന്മാരെ കണ്ടവന്മാരെ അറിയിക്കുന്നത്. ഇങ്ങോട്ട് വരാൻ എന്തൊരു കഥയാണ്. ഇവിടെ പേര് കൊണ്ട് കേട്ട് കൊടുക്കണം. എനിക്ക് കൊടുക്കാൻ നിന്റെ തോന്നിയവാസ കഥയൊക്കെ ഞാൻ നിർത്തിച്ചു തരാം. നിന്റെ തോന്നിയവാസ കൊടം കണ്ട മുരാരിയിലാണ് തൊട്ട പട്ടിയൊക്കെ നിനക്ക് ആരാ കേരളത്തിൽ വന്നത്? ദീപായപ്പണിക്കറിന്റെ വാടക കൊടുത്ത് താമസിക്കുന്നത് ദീപായപ്പണിക്കറിന് വേണ്ടി കേറാനും തെമ്മാടിക്കറി ഉണ്ടാക്കാനും എന്റെ ചെറുക്കറിനും അടിച്ചു കളിക്കണം. എന്റെ ചെറുക്കറിനും അടിച്ചു കളിക്കണം. എന്റെ കൊച്ചുമോളെ വെച്ച് നീ നിന്റെ കൊച്ചുമോളെ നിന്റെ പെണ്ണുങ്ങളെ നിന്റെ മരുമോളെ നീ കളിപ്പിക്കണം. മുരാരിയിലാതെ ഏത് തെമ്മാടി അവരെ കുറിച്ച് പറയുണ്ടാക്കി നീ കാശുണ്ടാക്കും. ഇങ്ങോട്ട് നീ കയറി ഇതാക്കണ്ട. വാടക കൊടുക്കുന്ന വാടക നിയമം നിനക്ക് അറിയിച്ചില്ല. ഞാൻ പഠിപ്പിച്ചു തരാം. നീ തോന്നിയാസം കാണിക്കുന്നു എന്നൊന്നും ഞങ്ങൾ ശല്യം ചെയ്യുന്നു. നിന്റെ കഥകൾ കൊണ്ട് കഥ കളച്ച് കഥ അവരുടെ അമ്മയുടെ കഥ വാടക താമസിക്കുന്ന പെണ്ണുങ്ങളെ കൊണ്ട് കഥ ഉണ്ടാക്കുന്നു. കഥ കളച്ചും മറ്റേ കളച്ചും കഥ കളച്ച് ഞങ്ങൾക്ക് വാഷ്റൂമിനകത്ത് പോകണ്ട. വാഷ്റൂമിനകത്ത് പോയാൽ കണ്ട് പോകണം. അവന്റെ അമ്മയുടെ അങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ. ഞാനും മുക്കും വാഷ്റൂമിനകത്തോട്ട് പോയാൽ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത്. എന്തെല്ലാം കഥകളാണ്. ഫ്ലാറ്റിനകത്ത് വാഷ്റൂമിനകത്ത് അടുക്കളക്കകത്തോട്ട് പോയാൽ ഞങ്ങൾ വേറെ എങ്ങാണ്ട് പോവാറുണ്ട്. എന്നൊക്കെ അടിച്ച് ചെറുക്കരണം പോയിക്കണം. എന്റെ കഥയുണ്ടാക്കാൻ അടിച്ച് ചെടിക്കരണം ഇതിനൊക്കെ പോയിക്കണം. ചെടിക്കരണം പോയിക്കണം. ഇതിനൊക്കെ ചെടിക്കരണം അടിച്ച് ചെടിക്കരണം പോയിക്കണം. കഥയുണ്ടാക്കുന്ന ഈ പെണ്ണുങ്ങളെ കുറിച്ച് തെന്മാനത്തിലെ കഥയുണ്ടാക്കുന്നതിന് നമുക്ക് തെന്മാനത്തിലെ കഥ പറയും. അമ്മ തൊഴിലുമേഖല ഇങ്ങനെ വന്നിരിക്കുക കിടക്കുക കഥയുണ്ടാക്കാൻ പെണ്ണുങ്ങളെ കുറിച്ച് എന്റെ അമ്മയുടെ കഥ. ഇങ്ങോട്ട് നീ ഒന്നും കഥയുണ്ടാക്കണ്ട. കഥക്കാര് ഗാഡിയനും കൂടിയനും ആവാന് പൊന്നച്ച ഡിപ്പെൻഡന്റ് ഉപ്പൻഡന്റ് അമ്മയുടെ ഡിപ്പെൻഡന്റും ഉപ്പൻഡന്റും ഒക്കെ കുറെ ഉണ്ട്. കാശിവായിട്ടാക്കുന്ന മോട്ടിയില് ഓർഗനൈസ്ഡ് ക്രിമിനൽസിന്റെ മോഷണം അവിടെ എന്റെ കൊച്ചിനെ വിളിക്കുന്നു. ടെക്നമാവിക്ക് കൊച്ചുമോളാണ് നമുക്ക്. അപ്പൊ ജനിച്ചപ്പോ അവിടെ കൊച്ചുമോളല്ലായിരുന്നു. അവിടെ ഇളയ മോളെ കൊണ്ട് പഠിച്ചുകൊണ്ട് അവിടെ ആശുപത്രിക്ക് പോയത്. ദീപായപ്പണിക്കമ്മെ പഠിക്കില്ലായിരുന്നു. 28 കൊച്ചിന് 28 കഴിഞ്ഞപ്പോഴാണ് പഠിച്ചുണ്ടായത്. അതുവരെ നമുക്ക് പഠിക്കൊന്നും ഇല്ലായിരുന്നു. നമുക്ക് കാറ്റിലില്ലായിരുന്നു. അവിടെ ഇളയ മോക്ക് എല്ലാത്തിനും കാറ്റുണ്ടാക്കും. ഇപ്പൊ ഇവിടെ ഇളയ മോക്ക് വേണ്ടി എല്ലാത്തിനും കാറ്റിലുണ്ട്. പക്ഷെ ദീപായപ്പണിക്കമ്മ കഴിയുമ്പോൾ അവർക്ക് കാറ്റിലില്ല നമുക്ക്. പക്ഷെ എന്റെ സ്വത്തുമോളിലും എല്ലാം കേൾക്കാൻ അനുഭവിക്കാൻ അറിയാം. എനിക്ക് എന്റെ വണ്ട വന്ന സ്വത്തുമോളിനകത്ത് പിന്നെ എന്റെ വന്നവൻ ഉണ്ടാക്കിയോ വന്നവർക്ക് നീ വന്നവർക്കോട്ട് പോകും. അവളെ വിളിക്കൊണ്ട് രാജമ്മയെ വിളിക്കൊണ്ട് രാജമ്മ 10 ലക്ഷം രൂപ ശ്രീരായപ്പണിക്കെന്ന് പറയുന്ന റെയിൽവേക്ക് കൊടുത്തേച്ച് എന്റെ വീട്ടിൽ വന്ന് കിടന്നോട്. 10 ലക്ഷം രൂപ ശ്രീരായപ്പണിക്ക് അടിച്ചു മാറ്റിയിട്ട് എന്റെ വീട്ടിൽ വന്ന് കിടന്നു രാജമ്മ. അപ്പൊ എന്തിനാ എന്റെ വീട്ടിൽ വന്ന് കിടക്കുന്നത്? 10 ലക്ഷം 10 ലക്ഷമോ 20 ലക്ഷമോ വലിയ വലിയ എമൗണ്ട് ആയിട്ടുമാർക്ക് ശ്രീരായപ്പണിക്കെന്ന് പറയുന്ന ജോലി പോക്ക് കൊടുക്കാറുള്ളത്. വലിയ വലിയ എമൗണ്ട് 5000 30,000 20,000 എന്റെ എറണാകുളത്തെ ജോലി എന്റെ LLB എന്റെ MBA പലരും ഒരുപാട് കാര്യം കുട്ടടിച്ചിട്ട് നടക്കുക. ഡിവോഴ്സും ഒക്കെ നടത്തിയിട്ട് എന്തുവാ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് കിട്ടുന്ന ആറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കുറെ പൈസ എല്ലാം വാങ്ങിച്ച് ഒരുപാട് എടുത്ത് ഒരുപാട് ഈ മെയിൻ്റനൻസ് ഒക്കെ വാങ്ങിച്ച് മനസ്സുമ്പോഴും കുട്ടടിക്കുന്നുണ്ടോ അറിയത്തില്ല. ഒരുപാട് അത്ര കളികൾ എന്ത് കഥയുണ്ടാക്കുന്ന ഇങ്ങനത്തെ കഥയുണ്ടാക്കുന്നവർ എന്ത് ചെയ്തില്ലയോ. ഇതിനെതിരെ കോടതി കൊണ്ട് കേസ് കൊടുക്കണം. ഒരുപാട് എന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ളതിന്
ഇവിടുമാർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്നും അറിയണം ഇവിടുമാര്. ചെമ്മാനത്തൊക്കെ അവരുണ്ടാക്കുന്നവളുമാര് കണ്ട നമ്മള് മുറിക്കകത്ത് ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ടെ കണ്ടവന്മാരുടെ കൂടെ കിടന്ന് ഉറങ്ങുന്നത് കഥ ഇവിടെ കണ്ടിട്ട് പോകുന്നത് കഥ ചെറുപ്പിക്കാനും പറയണം അവന്റെ കഥയുണ്ടാക്കണമെന്ന് അവൻ വാടക വാങ്ങിക്കൊണ്ടിരിക്കല്ലോ. വാടകയ്ക്ക് താമസിക്കുന്നത് കഴിഞ്ഞാൽ കഥയുണ്ടാക്കാൻ സപ്പോർട്ട് വാടക വാങ്ങിച്ചാൽ തോന്നിയാൽ ഇങ്ങോട്ട് വേണ്ട. നിങ്ങൾ തോന്നിയാൽ തോന്നുന്നു ഇത് തോന്നിയാൽ തോന്നുന്നു ഇങ്ങോട്ട് വേണ്ട. നീ വാടക താമസിക്കുന്നത് പെണ്ണുങ്ങളെടുക്കലൊന്നും തോന്നിയാൽ നീ എടുക്ക കേട്ടോ. വാടക വാങ്ങിച്ചുകൊണ്ട് നീ പരിഹരിച്ചിരുന്നാൽ മതി. അല്ലാതെ 102 ദീപാവലിപ്പണിക്ക് എടുത്തായിരുന്ന കണ്ട ആണുങ്ങൾ വരുന്നു അവരെ അതിനും കണ്ടെടുത്ത് പോകുന്നു എന്നുള്ള കഥയൊന്നും നീ ഉണ്ടാക്കണ്ട. കണ്ടെടുത്ത് പോകുന്നു എന്നുള്ള കഥ ഇവിടെ ദീപാവലിപ്പണിക്ക് വന്നോട്ടുകൂടിയായിട്ടാണ് ഇരിക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതും. ആൾക്കാരാണ് വരുന്നത് മുക്കുംകുരാൻ വിളിച്ചിട്ട് ആ കേരളത്തിൽ നിന്ന് ദീപാവലിപ്പണിക്ക് വന്നതും. അത് വേറെ ആരും വിളിച്ചിട്ടല്ല രക്ഷാകന്മാരി. നീ ഞങ്ങളുടെ 3 മാസം ഒക്ടോബർ 25-ാം തീയതി വന്നത് 105-ല് നീ ഞങ്ങളെ കുറിച്ച് കഥയുണ്ടാക്കുന്നു. നീ ആരാ കഥയുണ്ടാക്കാന്? എന്നെ കുറിച്ചും മുക്കുമിനെ കുറിച്ചും 3 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച 3 വർഷത്തിൽ കൂടുതലായി 3-4 വർഷം മുക്കും പറയുന്നത് പോലെ എന്തുകൊണ്ടാ നീ ഞങ്ങളെ കുറിച്ച് നിന്റെ കൊച്ചുമോളെ കൊണ്ടോ നിന്റെ ഭാര്യയെ കൊണ്ട് നിന്റെ അവരെ കൊണ്ടൊക്കെ ഉണ്ടാക്കും. കണ്ട വെളികളെ കുറിച്ച് നീ കഥയുണ്ടാക്കുന്നു. ചെമ്മാടിന്റെ കഥയുണ്ട്. ചെമ്മാടിന്റെ കഥയുണ്ടാക്കുന്നവൻ ചെമ്മാടിന്റെ കഥ എനിക്ക് വാഷ്റൂമിനകത്ത് പോകണ്ട. വാഷ്റൂമിനകത്ത് പോയാൽ ഞങ്ങൾ വേറെ കണ്ട് പോയത് വാഷ്റൂമിനകത്തൂടെ അവന്റെ അമ്മയുടെ കുടുംബത്തിനകത്തോട്ട് പോയത് ഞങ്ങൾ എന്റെ വാഷ്റൂമിനകത്തോട്ട് കയറിയത് എന്താ വാഷ്റൂമിനകത്ത് പോയിട്ട് ഞങ്ങൾ നേരിട്ട് ബെഡ്റൂമിലോട്ട് വന്നാൽ വേറെ ബെഡ്റൂമിൽ പോയി കഥകളാ. പക്ഷെ ഞങ്ങള് വാഷ്റൂമിൽ പോയിട്ട് കിച്ചണിൽ വന്നിട്ട് തിരിച്ചു വന്നതല്ല. ഇങ്ങനെ പല പല വേഗമാരുടെ നമ്മള് വാഷ്റൂമിനകത്തോട്ട് ഡയറക്റ്റ് പോയാൽ ഞങ്ങള് അങ്ങോട്ടെങ്ങാണ്ട് പോയെന്ന്. ആഹാ 102 എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എന്തോ അപ്പാർട്ട്മെന്റാ. മണ്ണോട്ട് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഫ്ലാറ്റായി. മണ്ണോട്ട് ദീപാവലിപ്പണിക്കന്റെ അതിനകത്തൊരു വാഷ്റൂം ഉണ്ട്, ഒരു കിച്ചൺ ഉണ്ട്, ഒരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂമിനകത്ത് ദീപാവലിപ്പണിക്ക് ഇപ്പൊ ഇരുന്നാണ് സംസാരിക്കുന്നത്. അത് കണ്ടവരുമായി ഇവിടെ വരത്തില്ല. ഇത് മുനീർച്ചയും കുളിർച്ചയും പോലെ ഇത് വേദാങ്കിരി സാകേത അവിടെ കഥ ഒരു തേവിച്ചി ഉണ്ടായിരുന്നു. അവിടെ കുടിയുടുക്കാത്ത തേവിച്ചി അവിടെ ഉണ്ടായിരുന്നു. കുടിയുടുക്കാത്ത തേവിച്ചി ഉണ്ടായിരുന്നു മുനീർച്ചയില്. കുടിയുടുക്കാതെ നടപ്പായിരുന്നു അവിടെ ജോലി. തുണിയെ ഉടുക്കത്തില്ലായിരുന്നു അവിടെ. അപ്പൊ തുണി അലർജിയായിരുന്നു. ഒപ്പീനിറ്റിയുടെ ആളായിരുന്നു അവൾ. ഒപ്പീനിറ്റി ഞങ്ങളൊക്കെ വേണ്ട അവിടെ പരിപാടിയൊന്നും. അവിടെ പരിപാടിയൊക്കെ അവിടെ മുനിയൊക്കെ സുബ്രാന്തോദർശി നടത്തിയാൽ മതി. ഇങ്ങോട്ട് നടത്തണ്ട. ഞങ്ങൾ ഓരോന്നും നടത്തണ്ട അവിടെ ഡ്രാമയൊന്നും. ഇത് മുനീർക്കയല്ല. ഇത് നല്ലൊന്നാമത് ഇത് മേധാങ്കിരി സാക്ഷേതായത്. ഞങ്ങളുടെ മുനീർക്കയൊക്കെ പോകും. മുനീർക്കയെല്ലാം പോകുന്നത് മുനീർക്കയെന്നല്ല ഇത്. മുനീർക്കയാവാൻ മുനീർക്കയെന്നല്ല ഇത് മേധാങ്കിരി സാകേത്. മേധാങ്കിരി സാകേതിനകത്ത് 102 PNK അപ്പാർട്ട്മെന്റ് ആയത്. PNK അപ്പാർട്ട്മെന്റ്